ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിൽ അനുമോൾക്ക് നല്ല കണക്കിന് വീണ്ടും കിട്ടുന്നുണ്ട് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന്. എന്തിനാന്ന് വെച്ചാൽ ഫുഡിൻ്റെ നിലപാടിൽ അവിടെ ഉള്ള മത്സരാർത്ഥികളെല്ലാം തന്നെ അനുമോൾക്ക് എതിരെയായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഷാനവാസിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഷാനവാസിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അനു ചെയ്തത് വളരെ തെറ്റാണ് ലാലേട്ട, അത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സാധനമായിരുന്നു ആ കടലമാവ്. അപ്പോൾ ഇടയിൽ അനുമോൾ കയറി പറയുന്നുണ്ട് കടലമാവ് കോമൺ അല്ല. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് പറയുന്നു കടലമാവ് കോമൺ അല്ലെന്ന്, എന്താ ഇത് എന്നുള്ള രീതിക്ക് ലാലേട്ടനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അനുമോൾ എങ്ങനെ പറയും അത് കോമൺ അല്ല എന്ന് കടലമാവ് അല്ലേ? എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ലാലേട്ട, പിന്നെ മാറ്റി പറയാം. ഒരു ഉറച്ചൊരു നിലപാടില്ല അനുമോൾക്ക്. എന്നിട്ട് പിന്നെ പതിവ് പോലെ ആദില പതിവ് തെറ്റിക്കാതെ നല്ല കണക്കിന് കൊട്ടു കൊടുക്കുന്നുണ്ട് നമ്മുടെ അനുമോൾക്ക്. എന്നിട്ട് ആദിലാണെങ്കിലും പറയുന്നുണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ ഓരോ നേരം ഓരോരുത്തരടുത്ത് ഓരോ നിലപാടാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ലാലേട്ട എന്നിങ്ങനെ ആദില പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ നെവിന് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്. നന്മമരം ചമഞ്ഞ് വലിയ ദോശയൊക്കെ ഉണ്ടാക്കണം വലിയ കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നെവിനും നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും അനുമോൾക്ക് എഗെയിൻസ്റ്റ് സംസാരിക്കാൻ തന്നെ ചാൻസ് ഉള്ളൂ. കാരണം അത് ജയിൽ നോമിനേഷൻ ചെയ്തപ്പോഴേ ഒരുപാട് പേര് അത് പ്രതികരിച്ചതും ആയിരുന്നു. അപ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ അനുമോൾക്ക് ആ ഒരു ഫുഡിൻ്റെ കാര്യത്തിലുള്ള നിലപാട് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം ലൈവ് കാണുന്നവർക്ക് അറിയാൻ സാധിക്കും ആർക്കും ഞാൻ അങ്ങനെ ഫേവററ്റിസം കാണിച്ചിട്ടില്ല എന്ന് പറയുന്ന അനുമോൾ തന്നെ ഒരു ദിവസം ചിക്കൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് കിച്ചണിൽ പോയിട്ട് ഒരു കഷ്ണം എടുത്ത് നൂറയ്ക്ക് ഇങ്ങനെ ആരും കാണാതെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ അത് ഫേവററ്റിസം അല്ലേ? കാണിക്കാറില്ല, എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കുള്ളൂ എന്ന് പറയുന്ന അനുമോൾ തന്നെ തെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അനുമോൾ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിൽ തന്നെ നിൽക്കണം, അല്ലാതെ അവർ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ അതിൽ പിന്നെ എന്താണ് കാര്യം അല്ലേ? എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അനുമോളാണെങ്കിൽ എല്ലാം കേട്ട് അവിടെ ഇങ്ങനെ തളർന്ന് അവശ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എല്ലാം കണക്കിന് കിട്ടുന്നുണ്ട് ലാലേട്ടൻ്റെ നിന്ന്. എന്നിട്ട് പിന്നെ അവസാനം ലാലേട്ടനാണെങ്കിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ എന്തൊക്കെയോ ഞാൻ കൊണ്ടുവിടണം കൊടുത്തയക്കണം എന്നൊക്കെ അത് വിചാരിച്ചതായിരുന്നു, ഇനി അതെല്ലാം ഞാൻ ക്യാൻസലാക്കി എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ലാലേട്ടൻ. അപ്പോൾ ശരിക്കും ഇത് അനുമോൾക്ക് കിട്ടേണ്ട കാര്യം തന്നെയാണ്. അനുമോൾ കുറച്ചല്ലെങ്കിലും നന്മപരമാകാൻ ശ്രമിക്കുന്നുണ്ട്, കുറേയൊക്കെ തെറ്റും ചെയ്യുന്നുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിലാണ് മെയിനായിട്ട് അനുമോൾക്ക് ഇഷ്യൂസും വരുന്നത്. അപ്പോൾ ഇപ്പം തന്നെ അതിൽ തന്നെ സമയം കിട്ടിയപ്പോൾ നല്ല കണക്കിന് കൊട്ടുന്നുണ്ട് അല്ലേ അനുമോളെ. എല്ലാ സമയത്തും അതിലത് ചെയ്യുന്നതായിട്ട് ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും കളി മനസ്സിലാക്കി മുന്നോട്ട് പോകുക, ഗ്രൂപ്പിസം വിടുക, ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയാണെങ്കിൽ അനുമോൾക്ക് കൊള്ളാം എന്നാണ് എൻ്റെ അഭിപ്രായം.